ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏത്തപ്പഴവും റവയും കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിനായി ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലെ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. സാധാരണയായി ഏത്തപ്പഴമൊക്കെ കുറച്ച് കറുത്ത് തുടങ്ങുമ്പോഴേ നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കാൻ കുറച്ച് മടി കാണിക്കും. അപ്പോൾ ഈ തൊലി കറുത്ത പഴമൊക്കെ വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ആദ്യമേ ഏത്തപ്പഴമൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഒന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കുന്നതിന് മുന്നേ ഏത്തപ്പഴത്തിലെ ആ കറുത്ത കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ അത് മാറ്റാതെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ഏലക്കായുടെ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയും 1/2 കപ്പ് അളവിൽ വറുത്ത റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഇവിടെ ശർക്കരയാണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പ് അളവിൽ ശർക്കര പാനിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ശർക്കര പാനിക്കായി ഏകദേശം ഒരു 100 ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടുകൂടി വേണം ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാനി തയ്യാറാക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടയായി കുറുകി എടുക്കണമെന്നില്ല. ജസ്റ്റ് ആ ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടുന്ന പരുവത്തിൽ എടുത്താൽ മതിയാവും. ഇനി അതിൻ്റെ കൂടെ ഒരു നുള്ളുപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അഥവാ അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചരയ്ക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ നമുക്കിനി ഈ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇതിലെ റവയൊന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടണം. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് ഈ ബാറ്റർ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ റവയെല്ലാം ശർക്കര പാനിയിൽ കിടന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ കൂട്ടെല്ലാം ഈ പ്ലേറ്റിലേക്ക് വടിച്ചിട്ടിട്ട് നല്ലതുപോലെ ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. പോരാത്തതിന് ഈ അപ്പം നല്ലതുപോലെ ലെവലായി കിട്ടാൻ വേണ്ടി എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു 4-5 കാഷ്യൂനട്ട് ചെറുതായി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടി ചെറിയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് അലങ്കരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇവിടെ അലങ്കരിക്കാം. ഇനി ഈ അപ്പം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം വെച്ച് തിളച്ച് ആവി വരുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് അപ്പത്തിൻ്റെ കൂട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചാൽ മതിയാവും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ ആ പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. നമ്മളുടെ അപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പീക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കാവുന്നതാണ്. എനിക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കളർ മാറിയ പഴമൊക്കെ ഇനി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് കേടുകൂടാതെ 2 ദിവസമൊക്കെ ഇരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.